അല്ല ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണേ. നിങ്ങൾ ഇപ്പോഴത്തെ ഇന്റർവ്യൂ ഇല്ലേ ടെലികാസ്റ്റ് ചെയ്യണ്ട. Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് അളിയൻ ഭയങ്കരമായിട്ട് ഒരു പ്രാങ്ക് തന്നെ. ഓളെ കെട്ടിച്ചത് എനക്ക് നേരെ നോക്കാനല്ലേ? കരഞ്ഞായിരുന്നു. കരഞ്ഞായിരുന്നല്ലേ? ഭയങ്കര ലോല ഹൃദയനാണല്ലേ? ശരിക്കും പ്രാങ്ക് അല്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും വിഷമം വരത്തില്ല. പ്രാങ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശക്കാണെങ്കിലും ആളെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. അല്ല, ഒരു പ്രാങ്കിന് ഇങ്ങനെ കരയേണ്ടൊക്കെ കാര്യമുണ്ടോ? പേരെങ്ങനെയാണ് നമ്മുടെ ഒരു അളിയന്റെ സ്ഥാനത്ത് നിന്നുള്ള ഒരാള് നമ്മളോട് അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കായാലും പെട്ടെന്ന് സങ്കടം വരും. അതൊക്കെ, പക്ഷെ എന്നാലും നമ്മൾ കരയാൻ മാത്രമുള്ളൊരു അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ അറിയേണ്ട കാര്യം. കാരണം നിങ്ങളായിട്ട് തന്നെയാണ് ആളെ കൊണ്ട് ആ പ്രാങ്ക് എന്ന് ചെയ്യിച്ചത്. ശരിയല്ലേ? നിങ്ങൾ കരയുന്നു. അല്ല ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണേ. നിങ്ങളല്ലേ അത് ആളെ കൊണ്ടൊന്ന് ചെയ്യിച്ചത്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാരാ? നിങ്ങളാണോ? നിങ്ങൾ ഇപ്പോഴത്തെ ഇന്റർവ്യൂ ഇല്ലേ ടെലികാസ്റ്റ് ചെയ്യണ്ട. ഇന്റർവ്യൂ പണിയായോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇപ്പൊ എന്താ കാട്ട്? അത് നിങ്ങൾ തന്നെയല്ലേ ഒന്ന് ചോദിക്കാൻ പറഞ്ഞത്, അല്ലാതെ പുള്ളിക്കാരൻ ചോദിച്ചില്ലല്ലോ. പുള്ളിക്കാരൻ്റെ ഇതില് കട്ട് ചെയ്ത് ക്യാമറ കട്ട് ചെയ്തു. ഇതിനുള്ള പരിപ്പൂടെ ഞാൻ തരണുണ്ട്. പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഇതിനുള്ള പരിപ്പൂടെ ഞാൻ തരുന്നുണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതായാലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ വൈറൽ ആയിട്ടുള്ള നൗഫൽക്കയുടെയും ഫാമിലിയുടെയും ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിജാസ്കേനെ പറ്റിയും ചക്കരനെ പറ്റിയൊക്കെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അവർ നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിജാസ്കേനും ചക്കരേനും നമ്മൾ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു സൽക്കാരത്തിന്റെയും വിരുദിന്റെ ഒക്കെ ആ ഒരു ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പൊ നിലവില്. അപ്പൊ സൽക്കാരത്തിനൊക്കെ പോയി ഫുള്ള് വയറൊക്കെ നിറഞ്ഞ് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇല്ല, തുടങ്ങിയിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി എവിടെയൊക്കെ പോവാനുണ്ട്? പോകാനുണ്ട്. റിലേഷൻസിന്റെ ഒരുപാട് ആൾക്കാരെ വീടുകളിൽ പോകാനുണ്ട്. കല്യാണം കഴിഞ്ഞ ആ ഒരു പുതുമോടിയല്ലേ, അപ്പൊ അതില് കുറച്ച് ആൾക്കാരെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മള് പോണല്ലോ. പോയിട്ട് ബന്ധുക്കളെയൊക്കെ കാണാനും വീടൊക്കെ കാണാനൊക്കെ ആയിട്ട് പോണല്ലോ. അപ്പൊ അതിന്റെ ഒരു തുടക്കമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തുടങ്ങുന്നു. പുതിയൊരു ജീവിതത്തിലേക്ക് പോയപ്പം എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് പുതിയൊരു ജീവിതത്തിലേക്ക്? പിന്നെ ആദ്യം മധുരിക്കും പിന്നെ കഴിക്കാന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ മധുരിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇനി കയ്പെന്താന്ന് അതിനർത്ഥം കയ്പ് വരുന്നേ ഉള്ളൂ, സമയമാവുന്നേ ഉള്ളൂ, വെയിറ്റിംഗിലാണ്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചക്കരയുടെ ഇതിനോടുള്ള പ്രതികരണം? എന്താണ്? അല്ല, നമുക്കൊന്ന് കാണണം, കഴിയട്ടെ. കഴിക്കുന്ന ഉദ്ദേശിക്കുന്നത് അതായത് പ്രണയിക്കുന്ന സമയത്തും വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് സ്വഭാവമാണ് കാണിക്കുന്നത്? ഞാൻ ജസ്റ്റ് പൊതുവിനെ പിന്നെ കല്യാണം കഴിച്ചവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണെന്ന്. അപ്പൊ അനുഭവം ഓരോരുത്തരുടെ ഗുരുക്കളാണല്ലോ. അപ്പൊ നമുക്ക് കിട്ടാത്ത പക്ഷെ നമുക്ക് അതൊരു പിന്നെ ഒരു മിത്ത് മാത്രമാണ്. നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു. ചക്കരയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഹിന്ദി പറഞ്ഞ പോലെ തന്നെ ആദ്യം കഴിക്കല്ല, ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും. ഇതാണ്. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞത്. ഇപ്പൊ ഓക്കെയാണ്. നന്നായിട്ട് ഇതേപോലെ തന്നെ പോട്ടെ. എങ്ങനെയായിരുന്നു ആ ഒരു പ്രണയത്തിലേക്ക് വന്നത്? അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ സ്കൂളിൽ നിന്നാണ് ആദ്യം കാണുന്നത്. ഞാൻ സ്കൂളിൽ ആവശ്യമായിട്ട് പോയപ്പോൾ ആള് NSS ആളാണ്. NSS പിന്നെ അതിന്റെ എന്താണ് അതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ സർവീസ് സ്കീം. പിന്നെ ഫസ്റ്റ് ഇങ്ങനെ കണ്ടു തുടർന്ന് ഫസ്റ്റ് ഇംപ്രഷൻ കണ്ടു. പിന്നെ അവിടെ നിന്ന് പരിചയപ്പെട്ടു. പിന്നെ അങ്ങോട്ടുള്ള പോക്ക് ഫോണിൽ കൂടെയൊക്കെ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് കാണുന്ന ഫസ്റ്റ് സൈറ്റ് അടിക്കുന്നതെന്ന് വെച്ചാല് സ്കൂളിൽ ചെന്ന് നേരിട്ട് കണ്ടപ്പോഴാണ്. ഇവള് +1 പഠിക്കുമ്പോ. തുടക്കം ആദ്യം കുറച്ച് ടൈമിൽ അറിയത്തില്ലായിരുന്നു. പിന്നെ പതുക്കെ അറിഞ്ഞ് മനസ്സിലാക്കി തുടങ്ങി. ഇവളുടെ വീട്ടിൽ തന്നെ ആദ്യം അറിഞ്ഞത്. ഫോണ് ചെറുതായിട്ടൊന്ന് അടിച്ചു പഠിച്ചു. അല്ല, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കീപ് കാം ക്വയറ്റ് ആയിട്ടായിരുന്നു. പിന്നെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോയപ്പോ ഫോൺ എടുത്ത് എറിയിലും പൊട്ടിക്കലൊക്കെ. അപ്പൊ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു അതിനോട്? ഭയങ്കര പേടിയായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാം ആ ഒരു മൈൻഡ് ആയിരുന്നു? പേടിയായിരുന്നു. കാരണം ഇത്ര ദൂരം ആയത് കൊണ്ട് വീട്ടില് സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഞാൻ പ്രണയിക്കുന്നതിന് മുന്നേ അത് പറഞ്ഞിട്ടാണ് ഒഴിയാൻ നോക്കി. പക്ഷെ ആള് വിടുന്നുണ്ടായിരുന്നില്ല. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ അവളോട് പറഞ്ഞു, തുടക്കത്തിലെ പറഞ്ഞ കാര്യമാണ്, നമുക്ക് എന്താന്നാലും മാക്സിമം എവിടം വരെ മുന്നോട്ട് പോകാൻ പറ്റും അത്രയും നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങാനും ഞാൻ തളർന്നാലും അത് എന്റെ മനസ്സിലേക്ക് വെക്കാനേ പാടുള്ളൂ. എന്നിട്ട് ആൾക്ക് ഞാൻ എന്താണ് ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ട ആളാണല്ലോ ഞാൻ. കാരണം ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഇവളോട്
പിന്നെ കാര്യങ്ങൾ പറയും കുഴപ്പമൊന്നുമില്ല, മുന്നോട്ട് പോകും, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴും എന്റെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പോ മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഓക്കെ ആവോ, സക്സസ് ആവോ എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ ആ ടൈമിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇവൾക്കെല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്യാനുള്ളതൊക്കെ മാക്സിമം ഞാൻ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ചക്കര കിട്ടിയ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്തായിരുന്നു? ഇജാസ്കേന്റെ അടുത്ത് കിട്ടിയ മോട്ടിവേഷൻ? ഞാൻ അതിൽ വീട് പോയി, ഇനി ഞങ്ങളോട് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല എന്ന് തോന്നിയൊരു മോട്ടിവേഷൻ എന്തായിരുന്നു? പറഞ്ഞിരുന്നു എന്താ എടി എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും അന്നെ വിട്ടൊടുക്കില്ലടി ഉറപ്പാണ്. ഹാർട്ട് ടച്ചിങ് ആയല്ലേ? എന്നല്ല നീ കെട്ടുന്നത്, വേറൊരു സംബന്ധം വന്നാൽ ഞാൻ മുടക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കെട്ടിയത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ക്രിഞ്ച് ആയിട്ടുള്ള ആളാരാ? ഭയങ്കര ക്രിഞ്ച് സംസാരിക്കുന്നത് ഇജാസ്കയാണ്. അപ്പൊ ഇജാസ്ക പറഞ്ഞ ഏറ്റവും വലിയൊരു ക്രിഞ്ച് ആയിട്ടുള്ള ഒരു സാധനം എന്തായിരുന്നു? എല്ലാ ടൈമും ക്രിഞ്ചാ. എന്നാലും കുറച്ച് കൂടുതലായിട്ട് തോന്നിയില്ലേ, ഓ ഇത് ഭയങ്കര ക്രിഞ്ചായിപ്പോയി, ഇത്ര വേണ്ടായിരുന്നു തോന്നിയൊരു സാധനം? അങ്ങനെ തോന്നിയ സാധനം ഇങ്ങനെ തോന്നി ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ ആലോചിക്കൊന്നുമില്ല. അല്ല കൊറേ പറഞ്ഞേ. അതിലൊരു ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവില്ലേ, ഓ ഇത്രയും വലിയ ക്രിഞ്ചോ എന്ന് തോന്നിയൊരു സാധനം ഇല്ലേ, അതെന്തായിരുന്നു? ഇല്ല, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കൂടി. ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ, ഞാൻ എപ്പോഴാ പറഞ്ഞിട്ടുള്ളത്? പക്ഷെ ഫസ്റ്റ് ടൈം ആട്ടോ അതെനിക്ക് നല്ല ക്രിഞ്ച്. കാരണം ഞാനൊരു എന്താ അങ്ങനെ കോമഡി ഫണ്ണി ടൈപ്പുള്ള ആളല്ല. എന്നാ അങ്ങനെയാണ്, പക്ഷെ കാക്കുന്റെ അത്ര അല്ല. ഞാൻ കുറച്ച് സീരിയസ് ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാ. പക്ഷെ നമുക്കിത് കേൾക്കുമ്പോ കുറച്ച് ഇതെന്ത് ക്രിഞ്ച് ചെയ്യാള് എന്നൊക്കെ തോന്നും. ക്യാമറ നോക്കി പറയതോ ക്രിഞ്ചാണ് അയാളെന്ന് തോന്നിയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആയിരുന്നില്ല. ആൾക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കൂടി, ഒരു പ്രശ്നമില്ലാതെ നോക്കൂടി, അങ്ങനെ നോക്കൂടി, ഇങ്ങനെ നോക്കി. കേരളത്തിൽ എല്ലാരും പറയുന്നൊരു ഡയലോഗ്. അതെ, അതാണ് ഡയലോഗാണ്, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കൂടി. അതാണ് എനിക്ക് ഏറ്റവും ക്രിഞ്ചായിട്ട് തോന്നിയത്. അതിലാണ് വീണ് പോയത്. അതേ അങ്ങനെയാണ് വീണിട്ടില്ല. പൊസസീവ്നെസ് ഉണ്ടോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആൾ ഇതാണ്. സ്വാഭാവികം, പെൺകുട്ടികൾക്ക് അത് കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു വിളിച്ചാൽ തന്നെ നമ്പർ ബിസി ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ചോദിക്കും, ഇത്ര നേരം ആരെ വിളിച്ചോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരോടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്, എന്താ വിളിച്ചിട്ടിരിക്കാതെ, ഈ ഒരു ടോക്ക് വരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് കാര്യം പറയും, ഇങ്ങനൊക്കെയാണ് കാര്യം. സംടൈംസ് അതൊരു സ്ക്രീൻഷോട്ട് അയക്കണം എന്നുള്ള നിലയ്ക്ക് വരെ എത്താറുണ്ട്. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ചില സമയത്ത് മാത്രം. അത്ര ഇത് ഹൈ പൊസസീവായിട്ടുള്ള ഹൈ പിച്ചിലിരിക്കുന്ന സമയത്ത് മാത്രം. സംശയരോഗം ഉണ്ടല്ലേ? അതിന്റെ പേരിൽ അടി ഉണ്ടാവാറുണ്ടോ? പൊസസീവ്നെസിന്റെ പേരിൽ ഇതുവരെ അടി ഉണ്ടായിട്ടേ ഇല്ല. അടി എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ ഒരു മാറ്ററിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു മാറ്റർ ലാസ്റ്റ് അടി ഉണ്ടായത് എന്തിന്റെ പേരിലായിരുന്നു? നന്നായിട്ട് അടി ഉണ്ടായി. ആണോ? എല്ലാ ദിവസവും അടി ഉണ്ടാവുന്നുണ്ടോ? എല്ലാ ദിവസവും അടി ഉണ്ടാവും, അപ്പൊ തന്നെ തീരും. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് അളിയൻ ഭയങ്കരമായിട്ട് ഒരു പ്രാങ്ക് തന്നായിരുന്നു. കരഞ്ഞായിരുന്നു? സത്യം പറയണം, ഞാൻ ആദ്യമേ പറഞ്ഞു, സത്യം പറയണം. കരഞ്ഞായിരുന്നു അല്ലേ? ഭയങ്കര ലോല ഹൃദയനാണല്ലേ? എനിക്കത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ പോയി പെട്ടെന്ന്. കാരണം ഞാൻ പ്രതീക്ഷിച്ച്, ഞാൻ കുറച്ചു മുന്നേ അളിയനെ പറ്റി പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കോള് വന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിച്ചു. അതായത് ഇപ്പം പ്രാങ്ക് ആണെന്ന് ഞാൻ ആദ്യം അറിയുന്നില്ലല്ലോ, എന്നോട് വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു. ആ സമയം വരെ ഞാൻ കറക്റ്റ് ഞാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം ഞാൻ ചോദിക്കുന്നുണ്ട്. ചക്കര പറഞ്ഞിട്ടില്ലായിരുന്നു പ്രാങ്ക് ആണെന്നുള്ള കാര്യം? അതും മറച്ചു വെച്ചു. അതൊരു രഹസ്യമായിരുന്നു. അതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? സ്നേഹിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോ അവസാനം പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു, അപ്പോഴും ഭയങ്കരമായിട്ട് വിഷമം വന്നു. അതെന്തിനാണ് വന്നതെന്ന് വെച്ചാല്, ശരിക്കും പ്രാങ്ക് അല്ല, അല്ലെങ്കിൽ അതിന് സീരിയസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും വിഷമം വരത്തില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിച്ച് ചോദിക്കണം, എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാന്ന് ഞാൻ പറയത്തുള്ളേ. പക്ഷെ പ്രാങ്കാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, തമാശക്ക് ചെയ്തതാണല്ലോ, എനിക്ക് പറ്റിപ്പോയെന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കാണുന്നു അതിലും അല്ല, തമാശക്കാണെങ്കിലും ആളെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? കാരണം നമ്മുടെ ആ ഒരു ടൈപ്പോ ആ ഒരു കണക്ഷനുള്ള ആളാണ്, കാരണം നമ്മള് ബ്രദറിനെ പോലെയാണ്. അപ്പൊ ആളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് വന്നല്ലോ തമാശക്കാണെങ്കിലും എന്നുള്ള രീതിക്ക് വന്നപ്പോ മാനസികമായിട്ട് ഭയങ്കര ദുർബലനായോണ്ട് ഞാൻ കരഞ്ഞു പോയി. എനിക്ക് മനസ്സിന് കുറച്ച് കട്ടി കുറവായിരുന്നു, ഞാൻ ഭയങ്കര ദുർബലനായതുകൊണ്ട് കരഞ്ഞു പോയി. വിഷമ അപ്പൊ തന്നെ മാറിയോ, അല്ലെങ്കിൽ കുറച്ച് ദിവസം എടുത്തോ? അളിയനോട് അപ്പൊ തന്നെ മിണ്ടിയോ, സംസാരിച്ചോ? അളിയനോട് മിണ്ടി, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതിനോട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ രണ്ടാളും ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതവിടെ കഴിഞ്ഞു, അതോടെ നിർത്തി. ഓക്കെ, ഇനിയിപ്പൊ അളിയന് വീണ്ടും ഒരു പ്രാങ്ക് എന്നാൽ എന്ത് ചെയ്യും? ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ആ പ്രാങ്ക് അതോടെ നിർത്തി, ഇനി പ്രാങ്ക് ഇല്ല എനിക്ക് തോന്നുന്നത്. ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. വേറെ പ്രാങ്ക് ഉണ്ടെങ്കിൽ തന്നെയും
ഇങ്ങനത്തെ ഒരു പ്രാങ്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത് അങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലോട്ട് പോയതുകൊണ്ടേ ഇങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ടൈപ്പ് എന്തെങ്കിലും പ്രാങ്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് അല്ല, ഞാൻ ഒരു പ്രാങ്കിന് ഇങ്ങനെ കരയേണ്ടൊക്കെ കാര്യമുണ്ടോ? കരയാൻ മാത്രമുള്ള ഒരു പ്രാങ്ക് ഒക്കെ അതുണ്ടായിരുന്നു. അറിയാൻ മാത്രം പേരെങ്ങനെയാണ് നമ്മുടെ മേഘ്ന. മേഘന ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞില്ലേ, അതായത് ഒരാളിയുടെ സ്ഥാനത്ത് നിന്നുള്ള ഒരാള് നമ്മളോട് അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കായാലും പെട്ടെന്ന് സങ്കടം വരും. അതൊക്കെ, പക്ഷെ എന്നാലും നമ്മൾ കരയാൻ മാത്രമുള്ള ഒരു പ്രാങ്ക് ആയിട്ട് അത് ഒക്കെ നമ്മൾ തമാശയുടെ ഒരു സെൻസിൽ എടുക്കണ്ടേ? അല്ല, അങ്ങനെ എനിക്ക് എടുക്കണമെന്ന് തോന്നിയില്ല. കാരണം അങ്ങനെ നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും. അല്ല, നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ വരിക. ഇല്ല, അപ്പൊ ഒരിക്കലും എങ്ങനെയാണ് അത് നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരിയാവും? കാരണം എനിക്ക് അല്ല, പുള്ളിക്കാരൻ എന്നോട് പിന്നീട് പ്രാങ്കായിട്ട് ചെയ്ത കാര്യമാണ്. അത് ഞാൻ അപ്പോൾ തന്നെ അവിടെ കളഞ്ഞല്ലോ. അല്ല, എന്നാലും നമ്മൾ പ്രാങ്ക് ആയിട്ട് ചോദിക്കുമ്പോ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് അത് ചോദിച്ചത്. അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ അറിയേണ്ട കാര്യം. കാരണം നിങ്ങളായിട്ട് തന്നെയാണ് ആളെ കൊണ്ട് പ്രാങ്ക് എന്ന് ചെയ്യിച്ചത്. അതാണ്, പക്ഷെ നമ്മള് അത്ര നിങ്ങൾ അല്ല, ക്യാമറ നോക്കിയാണ് നിങ്ങളായിട്ട് തന്നെയല്ലേ പ്രാങ്ക് എന്നോട് ചെയ്യിച്ചത്? ആണ്, പക്ഷെ നമ്മളത് കരയെന്ന് വിചാരിച്ചില്ലല്ലോ. ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങളായിട്ടല്ലേ പുള്ളിക്കാരൻ കൊണ്ടുവന്ന പ്രാങ്ക് ചെയ്യിച്ചത് ആണല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ പറഞ്ഞു, പക്ഷെ കരയൊന്ന് വിചാരിച്ചില്ലല്ലോ നമ്മള്. അപ്പൊ ഞാൻ തന്നെ നമ്മൾ ചക്കര അത് പറയുന്നേ വിചാരിച്ചിട്ടുള്ളൂ. ശരി തന്നെയാണ്. നിങ്ങള് വിളിക്കും. അല്ല, പുള്ളിക്കാരൻ പറയാ പ്രാങ്ക് ആക്കി നിങ്ങളല്ലേ അത് ആളെ കൊണ്ടൊന്ന് ചെയ്യിച്ചത്. നിങ്ങൾ രണ്ടാമത് എന്നോട് ചോദിക്കേണ്ട ആവശ്യം. അല്ല, പക്ഷെ നമുക്ക് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കല്ലോ. നിങ്ങളത് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാരാ? നിങ്ങളാണോ? നിങ്ങളല്ല നിങ്ങളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ രണ്ടാമത് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യം. അതല്ല, ഞാൻ അതിന്റെ പിന്നെ ഉത്തരം ഞാൻ 2 പ്രാവശ്യം നിങ്ങൾക്ക് തന്നതാണ്. അതിന്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് 2 പ്രാവശ്യം ഓൾറെഡി ഞങ്ങൾ ചോദിച്ചു. ഞാനോട് ഫസ്റ്റ് തന്നെ ഞാൻ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു. രണ്ടാമത്തെ രീതിയിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഇങ്ങനെ കരയേണ്ട ആവശ്യം ചോദിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടെന്ന്. നിങ്ങൾ ഇപ്പൊ അടുത്ത ഇന്റർവ്യൂ ഇല്ലേ, ടെലികാസ്റ്റ് ചെയ്യണ്ട. കാരണം ഇത് ചെയ്യണമെങ്കിൽ എന്റെ ഒരു പെർമിഷൻ വേണമല്ലോ. നമ്മളല്ലേ ഇതിനകത്ത് ഇപ്പോ ഇന്നിവിടെ ഇരിക്കുന്ന ആൾക്കാർ, നമ്മളെ പെർമിഷൻ വേണമല്ലോ. നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണ്ട. അത് പറ്റത്തില്ല ബ്രോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അന്ന് ആള് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ആങ്കർ വേറെ ആള് നിങ്ങളായിരുന്നില്ല. ആളായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും കുറച്ച് റൈസ് ആയിരുന്നു. കാരണം അന്ന് ആളാണ് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചോദിക്കുന്ന പറഞ്ഞ് ഇങ്ങനൊരു ഇതവിടെ ഉണ്ടായത്. മനസ്സിലായില്ലോ? എന്നിട്ട് വീണ്ടും നിങ്ങൾ ഇതിനെ പറ്റി ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ എന്താ പറയുക? അല്ല, നമ്മള് കരയുന്നോ അല്ലേ ചോദിച്ചുള്ളൂ, അത് കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ അല്ല ബ്രോ, നമ്മള് അത്ര ദൂരത്ത് അങ്ങനെ നമ്മളൊരു പ്രശ്നമാക്കിയിട്ട് ചോദിച്ചല്ലേ? ഇല്ല, പ്രശ്നമാക്കാൻ ബ്രോ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ പേരെന്തായിരുന്നു? ബ്രോ ഞാനപ്പോ ഞാൻ പറഞ്ഞ കാര്യം വേറൊന്നുമല്ല. നിങ്ങളിപ്പോ ഇങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യങ്ങൾ ഇത്ര നേരം നിങ്ങളോട് ചോദിച്ചു. ഞാൻ അതിൻ്റെതായ രീതിക്കാണ് ഞങ്ങൾ രണ്ടാളും നിങ്ങളോട് മറുപടി തന്നത്. അതിന്റെ രീതിയിൽ നിങ്ങളോട് ഞാൻ മറുപടി തന്നു. മനസ്സിലായി. നിങ്ങളോട് ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം നിങ്ങൾ എന്നോട് അതിനെ പറ്റിയിട്ട് ചോദിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളോട് കരഞ്ഞു. കാരണം കരഞ്ഞു പോയി. അപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് കൊണ്ട് കരഞ്ഞു പോയതാണ്. അല്ലപ്പോ മനഃപൂർവ്വം നമ്മളത് വേണമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതല്ല. അപ്പൊ നിങ്ങൾ വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചല്ല, അത് ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് 2 തവണ ചോദിച്ചു. ശരി തന്നെയാണ്. നിങ്ങളിപ്പോ അതിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിനെ പറ്റിയിട്ട്. ഞാനെ പറ്റി പറഞ്ഞില്ലേ? രണ്ടാമത് നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ? നിങ്ങൾ ആള് ചോദിക്കുന്നത് കേട്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ആളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ മേഘന. ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല കാര്യം. ഒരിക്കലും അതിനെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നം അതല്ലടിയാ. ഇതിപ്പോഴേ അന്നിപ്പോ കരഞ്ഞ കേസില്ലേ, ഇവരതിനോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ അങ്ങനെയാണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ പിന്നീട് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയതാണ്. ആ ഒരു ഘട്ടത്തിൽ ഞാൻ കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അത് വീണ്ടും ചോദിക്കുന്നതിന് കരയേണ്ട ആവശ്യമുണ്ട്, വരേണ്ട ആവശ്യമുണ്ട്. കരയേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ്. ഞങ്ങൾ ഓൾറെഡി അത് വിളിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ പണിയാ. പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ എന്തായിട്ട് അത് നിങ്ങൾ തന്നെയല്ലേ ഒന്ന് ചോദിക്കാൻ പറഞ്ഞത്? ആണല്ലോ. അല്ലാതെ പുള്ളിക്കാരൻ ചോദിച്ചിട്ടില്ല. പുള്ളിക്കാരന്റെ ഇതില് അത് ഇത്രയെങ്കിലും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ ചോദ്യം കട്ട് ചെയ്തിട്ട് വിടാം. അത് വേണ്ട. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ടല്ലേ പറഞ്ഞത്. മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ അന്ന് ചോദിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കത്തില്ല. കാരണം ആള് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ ചോദിച്ചതാക്കിയത്. പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് കാര്യം. അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോയി. അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ സംഭവിച്ചു പോയി. അല്ല, നമ്മള് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നത് അത് പ്രാങ്ക് ചെയ്യാൻ പോകുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്തത്. പ്രശ്നമൊന്നും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതിനെപ്പറ്റി ഒരു എപ്പിസോഡിന്റെ ബാക്കിയായിട്ടൊരു ചോദ്യം ചോദിച്ചെന്നുള്ളൂ നമ്മൾ. അല്ലാണ്ട് അതിനകത്ത് അല്ല, ഞാൻ അന്ന് കഴിഞ്ഞതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. കാരണം അന്ന് നിങ്ങള്
പ്രാങ്ക് എന്നുള്ള രീതിക്ക് പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ആളെ കൊണ്ട് പ്രാങ്കായിട്ട് ചെയ്യിച്ചു. അതിൽ പ്രശ്നമൊന്നുമില്ല. കട്ട് ചെയ്ത് ക്യാമറ കട്ട് ചെയ്തു. ഇല്ല, ഞാനേ ശരിക്കും നിങ്ങളോട് ദേഷ്യപ്പെട്ടതല്ലേ, നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. നിങ്ങളിപ്പോൾ ആരോടോ നിങ്ങൾക്ക് ഈ രീതി ക്വസ്റ്റ്യൻ റെഡിയാക്കിയിരുന്ന ആളോടത്തുള്ള ഞാൻ പറയുന്നില്ല. അതെനിക്ക് അറിയില്ല ആരാണോ, പുള്ളിക്കാർ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണോ അവരായിരിക്കും, എനിക്കറിയില്ല ആരാണോ. ശരിക്കും നമ്മളോട് ഒരാൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ ആളെ ഹർട്ട് ചെയ്തൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കേസ്. നിങ്ങൾ ഒരിക്കൽ ചോദിക്കാം, അതിൽ പ്രശ്നമില്ല. രണ്ടാമത് ചോദിക്കാം, അതിലും തെറ്റില്ല. വീണ്ടും മൂന്നാമത് നാലാമത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൾക്ക് വീണ്ടും അത്ര വിഷമം വരത്തേ ഉള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ എഴുതുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തത്. അല്ലാതെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതല്ല. നമ്മൾ പറ്റിച്ചു ഗൈസ്. അളിയാ, അങ്ങനെ ഇവരുടെ ചാനലിൽ തന്നെ ക്യാമറ എങ്ങനെ കരഞ്ഞു ഇവര് കരയാൻ പാട്. അതെ, അന്ന് ഞാന് അളിയ എനിക്ക് പ്രാങ്ങുന്നത് ഇവരെ ഇതേ ചാനലല്ലേ വന്നത്, അത് തന്നെയാണ്. അപ്പൊ അത് ഇതല്ലേ അവരെന്നല്ലേ ചെയ്തു. അപ്പൊ അതൊക്കെ നമ്മള് തന്നെ ചെറിയൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അതായത് അളിയനത് പ്രാങ്ങാക്കണം മനസ്സിലായില്ലേ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിനുള്ള പരിപ്പൂടെ ഞാൻ തരുന്നുണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതായാലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഇല്ലേ? എന്താണ് പറയാനുള്ളത്? പേടിച്ചു എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്. റെഡിയായില്ലേ? ചെറായില്ലേ? പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ല. അറിയില്ലായിരുന്നു. ഇവര് ഞങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ആരോടും പറഞ്ഞില്ല. ഇല്ല, അത് ഞാൻ തന്നെ വെറുതെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ക്യാമറ കട്ട് ചെയ്യാനൊക്കെ പറയും, എന്നാലേ അതിനൊരു ദമ്മ വരുള്ളൂ എന്ന് ഞാൻ പറയും. Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. M.J.R. University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.